രാവിലെ 7 മണിക്ക് സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ കണ്ടത് നിറയെ പരാതികളും പരിഭവങ്ങളുമായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയാണ്. ഓരോ മുഖത്തും നിരാശ. 3 ദിവസമായി സ്റ്റേഡിയത്തിന് മുന്നിലുള്ള നിൽപ്പ് തുടങ്ങിയിട്ട് ഇനി അല്പം വിശ്രമമാവാം. ചിലർക്ക് കരച്ചിൽ, ക്യാമറ കണ്ടപ്പോൾ ചിലർക്ക് നാണം, മറ്റു ചിലരാണെങ്കിൽ സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് വിഷമം പങ്കുവച്ചു. ഇതുവരെ പത്രം വായിക്കാത്തവർ പോലും അരിച്ചുപെറുക്കി വായിച്ചു. ഇന്ന് 5000 ടിക്കറ്റ് വിതരണം ചെയ്യുമെന്ന് വാർത്തയുണ്ടായിരുന്നത്രേ. ടിക്കറ്റ് തീർന്നു എന്നെഴുതിയ ബോർഡിനടുത്തേക്ക് ഒരാൾ വെറുതെ നീങ്ങിയാൽ മതി, മറ്റുള്ളവർ കൂട്ടമായി ഓടിയെടുക്കും. പിന്നെ തേനീച്ചക്കൂട് പോലെയാണ്, ആരവം മാത്രം. സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതാകുമ്പോൾ പോലീസ് കണ്ണുരുട്ടും. അനുസരണയുള്ള കുട്ടികളായി പല വഴിക്ക്. അങ്ങനെ മണിക്കൂറുകൾ പോയി. കൊന്നാലും കളി കണ്ടേ പോകൂ എന്ന് ചിലർ. ഞങ്ങൾ എങ്ങനെയായാലും കളി കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇടിച്ചു കയറിയായാലും തെള്ളിക്കയറിയാലും അടി കൊണ്ടാലും കളി കണ്ടിട്ടേ പോകത്തുള്ളൂ. ഫൈനൽ കൊച്ചിയിലാണെങ്കിലും കൊൽക്കത്തക്കാർക്ക് ഞങ്ങളല്ലാതെ മറ്റാര് പിന്തുണ നൽകുമെന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ചോദ്യം. हम लोग तो रात को 3 बजे निकला कोटामंगलम से, टिकट नहीं मिला, इधर आके 4-5 घंटा हो गया. ഒടുവിൽ ഗതികെട്ട് ടിക്കറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പോലീസിന്റെ അനൗൺസ്മെന്റ്. നിലവിൽ സ്റ്റേഡിയത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയിട്ടുള്ളതിനാൽ സ്റ്റേഡിയത്തിലോ പരിസര പ്രദേശങ്ങളിലോ ടിക്കറ്റ് വിൽപ്പന ഉണ്ടായിരിക്കുന്നതല്ല. എന്നിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സ്റ്റേഡിയം വിടാൻ തോന്നുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന് എന്നും പ്രതീക്ഷ അവരുടെ ആരാധകർ തന്നെയാണ്. സ്വന്തം തട്ടകത്തിൽ ജയം നേടാൻ അവർക്ക് ആരാധകരുടെ പിന്തുണ എന്നും ആവശ്യമാണ്. അവസാന നിമിഷവും ടിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് ആളുകളാണ് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1 കൊച്ചി.